ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാൽപ്പത്തിനാല് ആൾക്കാരായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ബ്രേക്ക് എടുത്തായിരിക്കും. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഈ ടോർഷൻ എന്നുള്ള ടോപ്പിക് അവസാനിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആണ് നമുക്ക് ചോദിക്കാവുന്നതിലെ മാക്സിമം പ്രോബ്ലം. അത്ര പിന്നെ ചോദിക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല. അപ്പോൾ മാക്സിമം 2 കേസ് കമ്പയർ ചെയ്തിട്ട് ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് കണ്ടുപിടിക്കാം. അതിൽ നമുക്ക് ആകെ കൂടി യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ടോർഷൻ ഇക്വേഷനും ആൻഡ് സെക്കൻഡ് വൺ പവറിന്റെ ഇക്വേഷൻ. പവർ യൂസ് ചെയ്തിട്ട് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ആ ടോർക്ക് വെച്ചിട്ട് നമ്മൾ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 കണ്ടീഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഒന്ന് T/J = τ/r, രണ്ടാമത്തെ T/J = g⁻θ/L. 2 കണ്ടീഷൻ ഇക്വേറ്റ് ചെയ്തിട്ട് രണ്ടിലും നമ്മൾ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ കിട്ടുന്ന ഡയമീറ്ററിൽ ഏതാണോ ലാർജർ ഡയമീറ്റർ ദാറ്റ് വി വിൽ ചൂസ്. ഓക്കെ, എൻ്റെ വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാണ്ടല്ലോ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാം. വോയിസ് ഓഡിബിൾ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇത് KTU 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എ 10 മാർക്ക് ക്വസ്റ്റ്യൻ. ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. KTU 10 മാർക്ക് ക്വസ്റ്റ്യൻ 2017. അതായത് KTU 2015 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബാച്ച് 2016 MOS എഴുതി. സെക്കൻഡ് ബാച്ച്, അതായത് ഇപ്പൊ പാസ് ഔട്ടായ ബാച്ച് എഴുതിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Select a suitable diameter of a solid shaft of circular section. Normally നമുക്ക് സർക്കുലർ ഷാഫ്റ്റ് ഒരു 99% 95% സർക്കുലർ സെക്ഷൻ. റയർ കേസിൽ മാത്രം മാറ്റങ്ങൾ വരാറുണ്ട്. ട്രാൻസ്മിറ്റ് 112.5 kW. തന്നിരിക്കുന്നത് പവറിന്റെ വാല്യൂ ആണ്. P = 112.5 kW. അപ്പൊ സെയിം ടൈം നമുക്ക് അതിന്റെ ഇക്വേഷൻ ഓർമ്മ വേണം. P = 2π ENT/60 എന്നുള്ള ഇക്വേഷൻ നമുക്ക് അത് സെയിം ടൈം ഒരു വാല്യൂ തരുമ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്ക് സെയിം ടൈം നമ്മുടെ മെമ്മറിയിൽ വരണം. ആൻഡ് അറ്റ് 200 RPM. So power is given, RPM is given. So we can calculate the value of torque. ഇപ്പൊ പവർ വന്നിരിക്കുന്നത് കിലോ വാട്ടിലാണ്. അപ്പൊ നമ്മൾ അതിൽ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. RPM സ്പീഡ് തന്നെ RPM വന്നേക്കണം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ. The allowable shear stress is 75. Allowable shear stress is 75 Newton/mm². So the value of tau is given as 75 Newton/mm². The allowable twist is 1 degree. Theta is given as 1 degree. Normally theta value they will give in degree. നമുക്ക് ഡിഗ്രി വെച്ചിട്ട് ഒരിക്കലും കുറെ ആൾക്കാരെ തെറ്റിക്കാറുണ്ട്. ഡിഗ്രിയുടെ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലാസ്റ്റ് മിനിറ്റ് റഷ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. ഡിഗ്രിയിൽ തന്നെ വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു റേഡിയൻസ്. റേഡിയൻസിലായിട്ട് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റേഡിയൻസിലാക്കിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 degree = π/180 ചെയ്താൽ നമുക്ക് അതിനെ റേഡിയനാക്കാൻ പറ്റും. റേഡിയൻ ഓവർ ഡിഗ്രി ആണെങ്കിൽ 180 / π ചെയ്താൽ നമുക്ക് ഡിഗ്രി ആക്കാൻ പറ്റും. ഓക്കെ, സോ twist = 1 degree in a length of 3 meter. The length of the small lateral length of the shaft is 3 meter. So we will be using millimeter as a common unit. So we will be converting 3 meter into millimeter, 3000 millimeter. Take the value of G. G യുടെ പേര് എന്താണ്? Modulus of rigidity. G is 0.8 × 10⁵ Newton/mm². Again the unit is Newton. അപ്പോൾ നമുക്ക് വേറെ കൺവേർഷൻ ഒന്നുമില്ല. നമ്മളിതിൽ എല്ലാത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടണിലാണ് ചെയ്യുന്നത്. അപ്പോൾ മില്ലിമീറ്ററിലാണ് ചെയ്യുന്നത്. സോ വിൽ ബി കൺവേർട്ടിങ്. നമുക്ക് ആ മില്ലിമീറ്റർ അല്ലാതെ എന്തെങ്കിലും യൂണിറ്റുകൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ മില്ലിമീറ്ററെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് വാല്യൂ ആയിരിക്കും ടോർക്ക്. ടോർക്ക് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ന്യൂട്ടൺ മീറ്റർ നമുക്ക് ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതിൽ ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വന്നിട്ടുണ്ട്, ഷിയർ സ്ട്രെസ് വന്നു. അപ്പൊ നമ്മൾ 2 കണ്ടീഷൻ കമ്പയർ ചെയ്യും. P/J = τ/r കമ്പയർ ചെയ്യും. അപ്പൊ നമുക്കൊരു D കിട്ടും. ആൻഡ് P/J =
ജി തീറ്റ ഡിവൈഡ് ബൈ എൽ ഇതും എഴുതും. അതിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. രണ്ടും ചെയ്തിട്ട് നമുക്ക് വിൽ ബി ഫൈൻഡിങ് ഔട്ട് 2 different diameter and we will be choosing the larger diameter. The first step we will be calculating the torque. So torque is given by P is equal to 2 pi nt by 60 and RPM is given as 200 RPM. So we will be calculating the value as P is equal to kilowatt ne watts ആക്കാൻ വേണ്ടിയിട്ട് into 10⁵ ആയിട്ട് കൺവേർട്ട് ചെയ്തു. 2 pi n RPM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T is unknown value divided by 60. We will be getting the value as Newton meter. Okay. So നമ്മളെല്ലാം മില്ലിമീറ്ററിൽ ചെയ്യണോണ്ട് അതിനെ മില്ലിമീറ്റർ ആയിട്ട് വേണേ കൺവേർട്ട് ചെയ്യാം. ഇൻറ്റു 10⁵ ചെയ്താൽ അതിനെ ന്യൂട്ടൺ മില്ലിമീറ്റർ ആവും. We are assuming the maximum torque is 25% more than. Normally, assume suppose the maximum torque in the value തന്നിട്ടില്ലെങ്കിലും നമ്മളൊരു മിനിമം വാല്യൂ 25% അസ്യൂം ചെയ്യാം. 30, 40, whatever. Normally, 25 നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പ്രൊസീജിയർ 25 തന്നെ ഫോളോ ചെയ്തോളൂ. You will be assuming the maximum torque as 25% more than the mean torque. And the next step into നമുക്ക് കിട്ടിയ ടോർക്കിനെ into 125 divided by 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 25% ലാർജർ 125% divided by 100%. So we will be obtain the value as 6714.35 Newton meter into 10⁵ Newton millimeter. So if we got the value of torque, we will be first calculating the value of diameter using the first condition T by J is equal to tau by R വെച്ച് calculate ചെയ്യും. Second condition T by J is equal to G theta by L വെച്ചിട്ടും calculate. So first we will be calculating using the equation T by J is equal to tau by R. ഇത് നമുക്ക് സോളിഡ് ഷാഫ്റ്റ് ആണോ ഹോളോ ഷാഫ്റ്റ് ആണോ എന്ന് ക്വസ്റ്റ്യൻ നോക്കേണ്ടി വരും. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് ഒരു സോളിഡ് ഷാഫ്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ അതേപോലെ തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, ഈ കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഡാറ്റ ഇസ് ഗിവൺ ആസ് ഇറ്റ് ഈസ് എ സോളിഡ് ഷാഫ്റ്റ്. അപ്പൊ നമുക്ക് ജെയുടെ വാല്യൂ യൂസ് ചെയ്യുമ്പോൾ 5/32 d⁴ ഡയറക്റ്റ് യൂസ് ചെയ്യാം. സപ്പോസ് ഇറ്റ് ഇസ് എ ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ ജെ ഇസ് ഈക്വൽ ടു 5/32 d outer⁴ മൈനസ് d inner⁴ ആയി. അപ്പൊ ജെയുടെ വാല്യൂ 5/32 d outer⁴ മൈനസ് d inner⁴. അപ്പോൾ ടി ബൈ ജെ, ടിയുടെ വാല്യൂ നമുക്കറിയാം. ജെ നമ്മൾ എഴുതി 5/32 d outer⁴ d inner⁴. അതിൽ d അൺനോൺ ആണ്, d ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ടോയുടെ വാല്യൂ ഗിവൺ ആസ് 75 Nm/mm². 75 അതേപോലെ എഴുതി ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ 2. ആ 2 മുകളിലേക്ക് പോയി. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി d ക്യൂബ് ഇസ് ഈക്വൽ ടു നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് d ക്യൂബ് വിൽ ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് d ക്യൂബ് ആസ് 76.97 millimeter. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ T by J is equal to tau by R കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ we will be comparing T by J is equal to G theta by L or N theta by L. Okay. Again, we will be substituting the value of torque in terms of Newton millimeter. Newton meter ആയിരുന്നു, Newton millimeter ആക്കാൻ വേണ്ടി 10⁵ മൾട്ടിപ്ലൈ ചെയ്തു. 5/32 d⁴. 5/32 ഉള്ളത് മുകളിലേക്ക് പോയി 32 ഇവിടെ ഉണ്ട്. d⁴ equal to n theta by L. n-ന്റെ വാല്യൂ ഇറ്റ് ഇസ് ഗിവൺ ആസ് 0.82. n-ന്റെ വാല്യൂ വന്നിട്ടുണ്ട്, g-യുടെ വാല്യൂ n-ന്റെ വാല്യൂ g-യുടെ വാല്യൂ വന്നിട്ട് 0.82 10⁵ Newton/mm². അതേപോലെ തന്നെ എഴുതി 0.82 into 10⁵ Newton/mm² into തീറ്റ n തീറ്റ. തീറ്റയുടെ വാല്യൂ 1 ഡിഗ്രി ആണ്. 1 എഴുതി, അത് ഡിഗ്രീനെ റേഡിയൻ ആക്കാൻ വേണ്ടിയിട്ട് 1 into π/1. അപ്പൊ പൈ ന്യൂമറേറ്ററിൽ വരും, 180 ഡിനോമിനേറ്ററിൽ വരും. ഡിവൈഡഡ് ബൈ L. The value of L is equal to 3 meter is equal to 3 into 10⁵ millimeter. ഇതിൽ അൺനോൺ വാല്യൂ d ആണ്, d⁴ ആണ്. ഫോർത്ത് റൂട്ട് ഓഫ് വാല്യൂ ചെയ്താൽ we will obtain the value of d as 109.42. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയ ഒന്ന് 76.97 ഒന്ന് 109.42. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയാലേ we will be selecting the larger value. നെഗറ്റീവ് വാല്യൂവിന് അടുത്ത ഹയർ ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്തിട്ട് എഴുതി 110 millimeter. ഒരിക്കലും നമുക്ക് റൗണ്ട് ഫിഗേഴ്സിലായിരിക്കും മിക്കവാറും ഷാഫ്റ്റ് ഡയമീറ്റേഴ്സിലൊക്കെ വരും. അതിലും ഈ 110 ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. നമുക്കൊരു 125 ഒക്കെയാണ് അവൈലബിൾ ആയിരിക്കും. കാരണം 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് ഉണ്ട്, അത്ര സ്റ്റാൻഡേർഡ് ഷാഫ്റ്റ് ഡയമീറ്റേഴ്സ് ഉണ്ട്.
അതിൽ മാത്രം നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതൊക്കെ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡിസൈൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നമുക്ക്. കാരണം എല്ലാ ഡയമീറ്ററിലെ ഷാഫ്റ്റും ഉണ്ടാക്കാവുന്ന എളുപ്പമുള്ള കേസല്ല. മെയിൻലി നമുക്ക് മെഷീൻ കോമ്പണൻസ് യൂസ് ചെയ്യുമ്പോൾ സപ്പോസ് ഒരു ഷാഫ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഷാഫ്റ്റ് എല്ലാ ഡയമീറ്ററിലും ഷാഫ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഷോപ്പിൽ കീപ്പ് ചെയ്യാനൊന്നും എളുപ്പമില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഡയമീറ്റേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് ഡയമീറ്റേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കുറച്ച് സീരീസുകളും ഉണ്ട്, 5 സീരീസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ബേസ് ചെയ്തും പഠിക്കാതെ നമ്മൾ അപ്പോൾ ജസ്റ്റ് നമുക്ക് കിട്ടിയ വാല്യൂന്റെ നെക്സ്റ്റ് ഹയർ വാല്യൂലേക്ക് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. ആൻഡ് വി വിൽ ബി ചൂസിങ് ദ ഡയമീറ്റർ ആസ് 110 മില്ലിമീറ്റർ ഷാഫ്റ്റ് ഡയമീറ്റർ. സോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ടി ബൈ ജെ സ്കിൽ ടോ ബൈ ആർ സ്കിൽ ജി തീറ്റ ബൈ എൽ നമ്മൾ ടോർഷൻ ഇക്വേഷൻ വെച്ച് മാത്രം സോൾവ് ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ നമ്മൾ പവറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യും. പി ഇസിക്കൽ ടു 2 പൈ എൻ ടി ബൈ 16. അതിൽ ടോർക്ക് ഇസിക്കൽ ടു മാക്സിമം ടോർക്ക് ഇസിക്കൽ ടു 25% ഓഫ് എക്സ്ട്രാ 125% ഓഫ് മെയിൻ ടോർക്ക് നമ്മൾ വെച്ചിട്ട് ടോർക്കും കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു 10 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ചെയ്തു. ഇപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്താലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഇതേ മോഡലിൽ ചെയ്തു. ഇപ്പൊ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളൊന്നും ചോദിക്കില്ല, ഞാൻ ചോദിക്കും. അലോബിൾ ഷിയർ സ്ട്രെസ് കോമൺ ആണോ? അലോബിൾ ഷിയർ സ്ട്രെസ് പറയുന്നത് നമ്മൾ ഡിസൈൻ ശരിക്കും ഡിസൈനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോബ്ലം ആണ്. നമ്മളൊരു ഷാഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളതിൽ ഇപ്പൊ അലോബിൾ ഷിയർ സ്ട്രെസ് നമ്മുടെ കയ്യിൽ കാസ്റ്റ് ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ വന്നു, അല്ലെങ്കിൽ ഒരു മൈൽഡ് സ്റ്റീൽ കാസ്റ്റ് ചെയ്യേണ്ട മൈൽഡ് സ്റ്റീൽ, അല്ലെങ്കിൽ സ്റ്റീല്, കോപ്പർ, അങ്ങനെ കുറെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ തന്നു. ഓക്കെ, നമ്മൾ ഒരു മെഷീനിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷാഫ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവര് കണ്ടീഷൻസ് തരാണ്. നമ്മൾ ഷാഫ്റ്റില് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോണ പവർ 112.5 കിലോ വാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം അതിൽ. അപ്പൊ നമ്മൾ ഈ ഷാഫ്റ്റ് റൺ ചെയ്യാൻ പോകുന്നത് 200 RPM റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഷിയർ സ്ട്രെസ് ഈക്വൽ ടു 75. അതാണ് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ പോണ മെറ്റീരിയൽ കോപ്പർ ആണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോണ മെറ്റീരിയൽ അലുമിനിയം ആണ്. അപ്പൊ അലുമിനിയം ആണെങ്കിൽ അലുമിനിയത്തിന്റെ വാല്യൂ എത്രയായിരിക്കും? അതാണ് ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നതും മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായിരിക്കും അതിനൊരു ഷിയർ സ്ട്രെസ്സും അതിനൊരു മോഡുലസ് ഓഫ് റിജിഡിറ്റി ഉണ്ടായിരിക്കും. അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് ആണ്, ഒരിക്കലും നമുക്ക് തരുന്ന മെറ്റീരിയൽ ആണ്, മെറ്റീരിയൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതൊരു നമ്മളൊരു ആസ് എ എഞ്ചിനീയർ നമ്മളൊരു ഡിസൈൻ ചെയ്യണം. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ആണ്. നിങ്ങൾ എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം, എത്ര RPM നമുക്ക് റിക്വയർമെന്റ് ഉണ്ട്, അപ്പൊ നമ്മൾ എത്ര ഡയമീറ്ററുള്ള ഷാഫ്റ്റ് യൂസ് ചെയ്യും, നമ്മൾ അലുമിനിയം ആണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയും, അങ്ങനെ പറയും. പിന്നെ അടുത്ത കണ്ടീഷൻ പറയുന്നത് പറയും നമുക്ക് എത്ര ഡയമീറ്ററുള്ള ഷാഫ്റ്റ് നമുക്ക് എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം, ആൻഡ് ഐ വിൽ ബി റണ്ണിങ് അറ്റ് n RPM. സോ വാട്ട് മെറ്റീരിയൽ യു വിൽ പ്രിഫർ എന്ന് ചോദിക്കും. അപ്പൊ നമ്മളോട് വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ ഷിയർ സ്ട്രെസ്, അല്ലെങ്കിൽ ആൻഡ് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻഡ് വി വിൽ ബി സജസ്റ്റിംഗ്. അപ്പൊ നമ്മുടെ ആ റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് നോക്കിയിട്ട് നമ്മൾ സജസ്റ്റ്. അപ്പൊ നമ്മളൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ 2 ആസ്പെക്ട്സ് നോക്കണം. മെറ്റീരിയലിന്റെ കോസ്റ്റ് നോക്കണം, അതുപോലെ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് നോക്കണം. രണ്ടും നോക്കിയിട്ട് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലിന് മാത്രം പോയാൽ നമ്മുടെ കോസ്റ്റ് വല്ലാണ്ട് കൂടിപ്പോകും. ഓക്കെ, മാക്സിമം ടോർക്ക് 25% വരുമ്പോൾ 0.25 അല്ലേ വരിക? 0.25 ഇപ്പോൾ ഉള്ള ടോർക്കിന്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഉള്ള ടോർക്ക് ഈ ക്വസ്റ്റ്യനിൽ 5371 ആണ് നോർമൽ ടോർക്ക്. അതിന്റെ 25% കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ 25% കൂടും. ഓക്കെ, നമുക്ക് അതായത് നമ്മുടെ ബൈക്കിന് ക്യാരി ചെയ്യാൻ പറ്റാവുന്ന കപ്പാസിറ്റി 100 കിലോ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ 25% കൂടി എക്സ്ട്രാ കൂട്ടിയിട്ടിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ.
അപ്പോൾ 125 കിലോ ക്യാരി എന്ന മോഡൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. അതായത് നമ്മൾ 100ന്റെ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിന്റെ ക്യാരിങ് കപ്പാസിറ്റി 200 കിലോഗ്രാം ആണ്. അപ്പൊ അതിൽ 25% എക്സ്ട്രാ കൂട്ടിയിട്ട് ആഡ് ചെയ്യാൻ പറയാം. നമ്മൾ 200ന്റെ 25% ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അത് 225% പറഞ്ഞാൽ 50 കിലോഗ്രാം ആണ്. ആ 50 കിലോഗ്രാം 200ന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ 250. അത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ് ഇൻറ്റു 1.25 എന്ന്. 25% കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന സിംഗിൾ സ്റ്റെപ്പാണ്. അതായത് 1 പ്ലസ് 0.25 1.25 അതാണ് 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ഡിഗ്രി റേഡിയൻ കൺവേർഷൻ പറയുവാണ്. ഓക്കെ, ഒരു ഡിഗ്രി നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഡിഗ്രീനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈ ബൈ 180. 1 ഡിഗ്രി ഈക്വൽ ടു 1 ഇൻറ്റു പൈ ബൈ 180. അല്ലെങ്കിൽ ഇപ്പോൾ 180 ഡിഗ്രി ഈക്വൽ ടു ഇൻറ്റു പൈ ബൈ 180. 180 ക്യാൻസൽ ബാക്കി പൈ ആവും. പൈ എന്ന് പറയുന്നത് നമ്മൾ 180 ആണ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 2π എന്ന് പറയുന്നത് 360 ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കൺവേർഷൻ റേഡിയൻസിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളത് പൈയിലായിട്ട് മാത്രമേ നമുക്ക് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ഡിഗ്രി ആണെന്ന് അതിനെ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് എക്സാമ്പിൾ പറയുന്നതാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ അതിനെ ദാറ്റ് ഈക്വൽ ടു 2π ആണ്. ഡിഗ്രീനെ പൈ ആകണമെങ്കിൽ 1 ഡിഗ്രി. അപ്പൊ 1 ഡിഗ്രി എത്ര പൈ ആണെന്ന് ചോദിക്കും. അപ്പോൾ 1 ഇൻറ്റു 2π ഡിവൈഡ് ബൈ 360 ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 2π ഡിവൈഡ് ബൈ 360 2ഉം 360 വെട്ടി കളഞ്ഞിട്ട് ഇൻറ്റു പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിനെ റേഡിയൻസിക്ക് ആയിട്ടുള്ള കൺവേർഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ ഇല്ല, മയൂക ഓക്കെ മാത്രമേ ഉള്ളൂ. കിരൺ കുമാർ. കിരൺ, ഹലോ. കിരൺ കുമാർ അവിടെ ഉണ്ടോ? ഓൺ ചെയ്തിട്ട് ഉറങ്ങാണോ? നോ റിപ്ലൈ. മൈക്കില്ലേ കിരൺ കുമാറിന്? മൈക്കില്ല, മൈക്കും വീഡിയോ ഒന്നും ഇല്ല. ഹലോ, മൈക്ക് ഓൺ ആവുന്നില്ല. ഇപ്പോ ഇഷ്ടപ്രകാരം ട്രോളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. മൈക്ക് ഓൺ ആവണില്ല, നെറ്റ് ക്ലിയർ ആവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോ സത്യമാണോ എന്നത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി മൈക്ക് ഓൺ ആവണില്ല, റേഞ്ച് ഇല്ലാണ്ട് കുറെ ഇതുകൾ വരും. അതൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ മടിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 75 കിലോവാട്ട് പവർ അറ്റ് 200 RPM. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അറിയാം, നമ്മൾ ആൻസർ ചോദിക്കും. ഓക്കെ, ഇതൊരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒറ്റ ഡയമീറ്റർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുള്ളൂ. 2 കണ്ടീഷൻ ഇല്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 കണ്ടീഷൻ ഷിയർ സ്ട്രെസ് വെച്ചിട്ട് ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് വെച്ചിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഷിയർ സ്ട്രെസ് വെച്ച് ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഷിയർ സ്ട്രെസ് വെച്ച് ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വെച്ചിട്ടും ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആകെ നമുക്ക് ഷിയർ സ്ട്രെസ് വെച്ചിട്ട് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കാൽക്കുലേറ്റിംഗ് ദ ഡയമീറ്റർ യൂസിങ് ദി ഇക്വേഷൻ ടോർഷൻ ഇക്വേഷൻ T by G is equal to tau by R is equal to G theta by L. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ,
അപ്പോൾ നമ്മൾ ആദ്യം ഗിവൺ ഡാറ്റാസ് എഴുതും. ഫസ്റ്റ് ദേ ഹാവ് ഗിവൺ ദ പവർ 75 കിലോ വാട്ട്. അപ്പോൾ കിലോ വാട്ടിന് ആദ്യം വാട്ട്സ് എഴുതണം. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ പി എന്ന് പറയുമ്പോൾ തന്നെ പവറിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഓർമ്മ വേണം. P is equal to 2.T/60. P is equal to 2.T/60 and P is given as 75 kilowatt. അപ്പോൾ 75 × 10⁻³ N is given as 200 RPM. RPM എന്ന് തന്നിരിക്കുന്നത് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ N അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. And you will get the value of torque. ടോർക്കിന്റെ വാല്യൂ കിട്ടും. ഓക്കെ. ആൻഡ് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി അസ്യൂമിങ് 25% എക്സസ് ടോർക്ക് ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യും. ആൻഡ് നമുക്ക് കിട്ടിയ ടോർക്കിനെ 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ കണ്ടീഷൻ എഴുതിയിട്ട് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് വന്നിട്ട് എഴുതാന്ന് വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. അസ്യൂമിങ് ദാറ്റ് 25% excess torque will be the excess torque as the maximum mean torque. Maximum torque will be 25% larger than the mean torque. അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് is the value of T max അല്ലെങ്കിൽ Tയുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. And we will be using the equation T/J is equal to tau/R is equal to G theta divided by L. ഇതിൽ നമുക്ക് ഇത്രയും പോർഷൻ മാത്രം മതി. കാരണം ഇതിൽ തീറ്റയുടെ വാല്യൂ തന്നിട്ടില്ല, ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റും തന്നിട്ടില്ല. നമുക്ക് വി കൻ നോട്ട് യൂസ് ദിസ് ടേം. ആൻഡ് മോഡ് ഓഫ് റിജിഡിറ്റി ദേ ഹാവ് ഗിവൺ, ബട്ട് ദേ ഹാവൻ ഗിവൺ ദ വാല്യൂ ഓഫ് തീറ്റ ആൻഡ് എൽ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വേണമെങ്കിൽ അവർക്ക് തീറ്റ/എല്ലിന്റെ വാല്യൂ വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അതായത് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്, തീറ്റ/എല്ലിന്റെ വാല്യൂ ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ചില ക്വസ്റ്റ്യനിൽ ചോദിച്ചുകൊണ്ടുണ്ട്. They may ask for the value of twist per unit length. Theta/L ന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ചോദിച്ചിട്ടൊന്നുമില്ല. ഇതിലാ കൂടിയിട്ട് we have to calculate find the diameter of the shaft. So we will be using the equation T/J is equal to tau/R. J is equal to polar moment of inertia ആണ്, equal to π/32 d⁻⁴. And whether it's a solid or hollow shaft, they have given it is a solid shaft. Hollow shaft ആവുന്നുണ്ട്, so it will be π/32 d⁻⁴. Hollow shaft ആണെങ്കിൽ it will be π/32 d outer raised to 4 minus d inner raised to 4. So we will be substituting the equation T/J is equal to tau/R. J is equal to π/32 d⁻⁴. R is equal to d/2. So T is equal to tau/R into J. So we will be substituting the value of T max. We will be substituting ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് കിട്ടിയത് അതിനെ ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് × 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് സ്ട്രെസ് ഈസ് ഗിവൺ ആസ് 50 megapascal. Megapascal equal to 1 Pascal equal to 1 Newton per meter square. Megapascal എന്ന് പറഞ്ഞാൽ 1 × 10⁶ Pascal. Equal to 1 Newton per mm square. നമ്മൾ ന്യൂട്ടൺ പെർ mm square എന്നുള്ള യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 50 megapascal എന്ന് പറയുന്നത് 50 Newton per mm square. Okay, so നമുക്ക് we will be using the same unit. നമ്മൾ 50യുടെ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് J will be substituting π/32 d⁻⁴. Okay, അപ്പോൾ π/32 ആയിരുന്നു. J / R എന്ന് വരും. ഈ J ഇങ്ങോട്ട് പോകുമ്പോൾ J / R എന്നായിട്ട് വരും. J / R എന്ന് പറഞ്ഞാൽ π/32 d⁻⁴ divided by d/2. ഈ 2ഉം ഈ 32ഉം ക്യാൻസൽ ചെയ്ത് π/16 ആവും. ഈ ഡിയും ക്യാൻസൽ ചെയ്ത് d³ ആവും. അപ്പൊ J/R ന്റെ വാല്യൂ π/16 d³ എന്നാവും. Substituting the value as π/16 d³. ഇങ്ങനെ തന്നെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല, നമ്മൾ 2 സ്റ്റെപ്പായിട്ട് എഴുതിയിട്ട് ചെയ്താലും മതി. Ultimate aim we will be finding the diameter as 76.97 mm and we will be writing next higher value ലേക്ക് റൗണ്ട് ചെയ്യാം. 77 mm ചിലവർ റൗണ്ട് ചെയ്തിട്ട് 78 mm ആയിട്ട് ഈവൻ ഡിജിറ്റ് ആയിട്ട് ഈവൻ നമ്പർ ആയിട്ട് എഴുതുന്നൊരു ഫാഷനായിട്ട് ചിലവർ ചെയ്യാറുണ്ട്. ഫാഷൻ ചെയ്യാറുണ്ട്. നോ പ്രോബ്ലം, നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് റൗണ്ട് ചെയ്യണതിനൊക്കെ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. നമുക്ക് പഠിക്കുന്നത് അതൊക്കെ ഡിസൈനിലാണ് നമ്മൾ പഠിക്കാം. വേണമെങ്കിൽ നെക്സ്റ്റ് ഹയർ വാല്യൂ ആയിട്ടുള്ള 77 mm ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
KTU 2000 ഡിസംബറിലെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. A solid shaft transmitting 1.2 megawatt. നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി തരുന്നുണ്ട് കേട്ടോ. മെഗാവാട്ട്. സോ മെഗാവാട്ട് എന്ന് പറയുന്നത് 10⁶ വാട്ട്സ്. ഓക്കെ, അറ്റ് 240 RPM. നമ്മൾ ആദ്യം തന്നെ പവർ വന്നിട്ടുണ്ട്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ എഴുതി P is equal to 2.T/60 and they have given is megawatt 1.2 into 10⁶. മെഗാ ആയതുകൊണ്ട് 10⁶ എന്ന് എഴുതും. At 240 RPM ആയിട്ട് തന്നേക്കുന്നത് എന്റെ 240 substituting, we will get the value of torque. ഈ ക്വസ്റ്റ്യനിൽ വ്യത്യാസം എന്താ വെച്ചാൽ they have given the value of mean ടോർക്കും മാക്സിമം ടോർക്കും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ഈസ് 20%. ഇത് നമുക്കൊരു T കിട്ടും. T max equal to T into 1.2 ഇതിൽ വരുള്ളൂ. ഇതുവരെ പഠിച്ച എല്ലാത്തിലും 1.25 പഠിച്ചുകൊണ്ട് അതങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു പോകുന്ന ആൾക്കാർ അതേപോലെ 1.25 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അസ്യൂം ചെയ്യരുത്. ഡാറ്റ തന്നിട്ടില്ലെങ്കിൽ വി ഹാവ് ടു അസ്യൂം. ഓക്കെ, ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് if the maximum torque transmitted exceeds the mean torque by 20%. അപ്പോൾ T max equal to 1.2 into T. Find the maximum allowable shear stress is 80 megapascal. Again megapascal ആണ്. Megapascal equal to 80 megapascal equal to 80 Newton per mm square. Okay. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. First we will be calculating the torque using the equation P is equal to 2.T/60. ഇത് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇതൊന്നും പഠിക്കണം. ഇത് അവർ 2.T/60 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ ഒരിക്കലും ആവശ്യമില്ല. നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് മാത്രം പഠിക്കുക. ഇതൊക്കെ ഷോർട്ട് കട്ട്സ് ആണ്. ഷോർട്ട് കട്ട്സ് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചിട്ട് അതിൽ നിന്ന് പോയാൽ മതി. അതായത് ഇത് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. അതായത് T is equal to 60 P divided by 2π. അതിൻ്റെ ഒരു കിലോ വാട്ടും കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ 1995 വാല്യൂസിലേക്ക് വന്നത്, 2π എന്നുള്ള വാല്യൂ. അപ്പോൾ അതിൽ ഈ 60 divided by 2π into 10⁻³ കൂടി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് അവർ ഈ 9550 divided by n എന്നുള്ള P/n എന്നുള്ള വാല്യൂയിലേക്ക് അവർ എത്തിയത്. അത് നമ്മൾ ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ബേസിക് ഇക്വേഷൻ P is equal to 2.T/60. അതിൽ നിന്ന് നമ്മൾ വാല്യൂസ് എഴുതും. We will be obtaining the mean torque as 47750 Newton millimeter. നമുക്ക് നോർമലി കിട്ടുന്ന വാല്യൂ ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ മില്ലിമീറ്ററിലായിട്ട് എഴുതും. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതിൽ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ടല്ലോ. Pയുടെ വാല്യൂ വാട്ട്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Nന്റെ വാല്യൂ RPM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അതിനെ ഇൻറ്റു 10⁻³ ചെയ്താൽ ന്യൂട്ടൺ മില്ലിമീറ്റർ ചെയ്യും. അതാണ് അവർ ചെയ്തിട്ട് ഈ വാല്യൂസിലേക്ക് എത്തിക്കുക. ഒരിക്കലും ഇത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. Go for the standard equation. The next step we will be calculating the maximum torque. T max equal to 1.2 into T mean. So 1.2 into 474. We will obtain the value of maximum torque as 573.00 and 10⁻³ Newton millimeter. This is the maximum torque. So നമ്മളോട് calculate ചെയ്യാൻ പറയുന്നത് determine the diameter of the shaft. So നമുക്ക് നോക്കാം whether it's a hollow or solid shaft. Solid shaft ആണ് തന്നിട്ടുണ്ട്. So we'll be using the equation T/J is equal to τ/r and T is equal to τ into J/r. Okay, τ into J is equal to 5/32 d⁻⁴. R is equal to d/2. So 1/r ആയതുകൊണ്ട് 2/d എന്നായിട്ട് അവർ എഴുതി. And we will be substituting, we will obtain the value 5/16 τ d³. ഇത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് മെഷീൻ ഡിസൈൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. T is equal to τ into 5/16 τ d³. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് മെഷീൻ ഡിസൈനിലൊക്കെ പോകുമ്പോൾ ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താണ്. ഒരിക്കലും നമ്മളിപ്പോൾ MOS ആണ് പഠിക്കുന്നത്, മെഷീൻ ഡിസൈൻ അല്ല പഠിക്കുന്നത്. MOS പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷീൻ ഡിസൈനിലേക്ക് പോകുന്നത്. MOS പഠിച്ച് കുറേ ആകുമ്പോൾ നമുക്ക് ഈ കേസ് നമ്മൾ ബൈ ഹാർട്ട് ആവും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഡയമീറ്റർ. നമുക്ക് കിട്ടുന്ന ഡയമീറ്റർ
149.79 മില്ലിമീറ്റർ റൗണ്ട് ചെയ്തിട്ട് 150 mm ആയിട്ട് നമുക്ക് ഓക്കെ. അപ്പോ അത്രയാണോ നമുക്കുള്ളൂ ടോർഷൻ ഇക്വേഷനിലായിട്ട് വരുന്നത്. ഇതുമായിട്ട് നമ്മൾ ടോർഷൻ എന്നുള്ള ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ മൊഡ്യൂളിലെ അടുത്ത ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി വരുന്ന അടുത്ത 10 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇതില് ടോർഷൻ വലിയ ബുദ്ധിമുട്ടില്ല. ആകെ രണ്ടോ മൂന്നോ ഇക്വേഷൻ, മെയിൻ ആയിട്ട് ടോർഷൻ ഇക്വേഷൻ, അതിന്റെ കൂടെ പവറിന്റെ ഇക്വേഷൻ ഓൾറെഡി മുന്നേ ഒക്കെ പഠിച്ചിട്ടുണ്ടാണ്, +2 പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് പവറിന്റെ ഇക്വേഷൻ, പവർ ഇസ് ടു 2.2 ബേസിക്. ടോർഷൻ ഇക്വേഷൻ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പഠിച്ചെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പവർ നമ്മൾ +2 ഫിസിക്സിലൊക്കെ പഠിക്കുന്ന ഇക്വേഷൻ ആണ് 2.2 ബേസിക്. ടോർഷൻ ഇക്വേഷൻ മാത്രം എക്സ്ട്രാ പഠിച്ചിട്ട് നമ്മൾ ഒരു 10 മാർക്ക്, നമ്മളെ 100 മാർക്ക് നമുക്ക് എടുക്കാവുന്നതുള്ളൂ. അപ്പോൾ എടുക്കുന്ന വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ അയച്ചുതരാം. അപ്പൊ അതുപോലെ PPT ഞാൻ അയച്ചിട്ടുണ്ട്. ഈ PPT വെച്ചിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാം. നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഡെയിലി എഴുതിയിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ PPT അയച്ചിട്ടുണ്ടാവും. എപ്പോഴും വീഡിയോ കാണണമെന്ന് പറയുന്നില്ല. PPT പറ്റുമെങ്കിൽ ആ PPT പ്രിന്റ് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നോട്ട് എഴുതിയാലും മതി. PPT നോക്കിയിട്ട് നോട്ട് എഴുതിയിട്ട് നോട്ട് വായിച്ച് പഠിക്കുക. ഒരിക്കലും നമ്മൾ വീഡിയോസ് കണ്ടിട്ടോ ഒന്നും പഠിക്കരുത്. വീഡിയോസ് ഒക്കെ ഡൗട്ട് വരുമ്പോൾ മാത്രം പഠിക്കുക. നമ്മളിപ്പോൾ വീഡിയോ ഇപ്പോൾ കാണുന്നതിൻ്റെ ഒപ്പം ചെറിയ ലെക്ചർ നോട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് PPT നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോന്റെ റെക്കോർഡ് വേർഷൻ നോക്കിയിട്ട് നല്ല നോട്ട് പ്രിപ്പയർ ചെയ്യാം. അത് നോക്കിയിട്ട് നമ്മൾ പഠിക്കും. നോട്ട് നിങ്ങളുടെ സ്വന്തം നോട്ട് നോക്കി പഠിക്കുന്നതാണ് എക്സാമിന് ഏറ്റവും നല്ലത്. വേറെ ആരുടെ നോട്ടും ടെക്സ്റ്റ് ബുക്കും നോക്കി പഠിക്കുന്നതായിട്ടും നിങ്ങളുടെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങളുടെ സ്വന്തം നോട്ട് നോക്കി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുള്ളൂ. നമുക്ക് ആവശ്യമില്ല, നമുക്ക് കുറെ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതില്ല നോട്ടിൽ. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ സ്വന്തം നോട്ട് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കാം. പ്രിന്റഡ് നോട്ട്സോ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. ഇതിനിപ്പോൾ ഇന്നെടുത്താൽ ശരിയാവില്ല, കാരണം കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതൊരു ബ്രേക്ക് വന്നിട്ട് എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ നമുക്കൊരു ഫുൾ സ്ട്രെച്ചിൽ എടുത്ത് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി നിർത്താം. നാളെ എൻ്റെ ക്ലാസ് മിഥുൻ സാർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. നാളെ എനിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ സി ഓൺ മൺഡേ കാണാം. അതേപോലെ എനിക്കൊരു എക്സ്ട്രാ അവർ ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ഞാൻ ഫ്രീ ആണോ നോക്കട്ടെ. സാറ്റർഡേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെ ഒരു 3rd അവർ അല്ലെങ്കിൽ 11 മണിക്കോ 12 മണിക്കോ നമുക്കൊരു സെഷൻ വെച്ചാൽ ഓക്കെ ആണോ സാറ്റർഡേ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് വെച്ചെങ്കിൽ പറയാം. സാറ്റർഡേകൾ ഇപ്പോൾ എന്തെങ്കിലും എൻഗേജ്മെന്റ്സോ അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ പറയാം. ഒന്നും ഇല്ല വെച്ചെങ്കിൽ എനിക്ക് 11 മണിക്കോ 12 മണിക്കോ ഒരു സെഷൻ കിട്ടിയാൽ നന്നായിരിക്കും. ഞാനും എൻ്റെ കൺവീനിയൻസ് നോക്കിയിട്ട് ഞാൻ പറയാം. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വെച്ച് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട്